നമസ്കാരം. തുടക്കകാല സോഷ്യൽ മീഡിയ വിപ്ലവത്തിന്റെ മുഖമായിരുന്ന മൈ സ്പേസ് വൻ തിരിച്ചുവരവിനൊരുങ്ങുന്നു. 2 പതിറ്റാണ്ട് മുൻപ് ലോകമെമ്പാടുമുള്ള കൗമാരക്കാരെയും യുവാക്കളെയും ആവേശത്തിലാഴ്ത്തിയ ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോം പുനരവതരിപ്പിക്കാൻ പദ്ധതിയിടുന്നതായി നിലവിലെ ഉടമകൾ വെളിപ്പെടുത്തി. 2011 $3.5 കോടി മൈ സ്പേസ് സ്വന്തമാക്കിയ ക്രിസ് വാൻഡർഹൂക്ക്, ടിം വാൻഡർഹൂക്ക് എന്നീ സഹോദരങ്ങളാണ് പ്ലാറ്റ്ഫോം വീണ്ടും സജീവമാക്കാൻ ആലോചിക്കുന്നത്. മൈ സ്പേസ് എന്ന പുതിയ ഡോക്യുമെന്ററിയിലാണ് ഇരുവരും തങ്ങളുടെ ഭാവി പദ്ധതികളെക്കുറിച്ച് മനസ്സ് തുറന്നത്. അനുയോജ്യമായ സമയത്തിനായി കാത്തിരിക്കുകയാണെന്നും വൈകാതെ തന്നെ മൈ സ്പേസ് പുനരവതരിപ്പിക്കുമെന്നും ടീം വ്യക്തമാക്കി. മിലേനിയൽ തലമുറയ്ക്ക് ഏറെ ആവേശം പകർന്ന വാർത്തയാണെങ്കിലും പ്ലാറ്റ്ഫോമിന്റെ പുതിയ പതിപ്പ് എന്ന് പുറത്തിറങ്ങുമെന്ന കാര്യത്തിൽ കൃത്യമായ വ്യക്തതയൊന്നുമില്ല. വികസന ഘട്ടങ്ങളെക്കുറിച്ചോ പ്രൊഫൈൽ ഗാനങ്ങൾ, മുൻഗണനാക്രമത്തിലുള്ള സുഹൃത്തുക്കളുടെ പട്ടിക തുടങ്ങിയ പഴയ ജനപ്രിയ ഫീച്ചറുകൾ തിരിച്ചെത്തുമോ എന്നതിനെക്കുറിച്ചോ ഉടമകൾ കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. 2003 ടോം ആൻഡേഴ്സൺ, ക്രിസ് ഡെവോൾഫ് എന്നിവർ ചേർന്ന് തുടക്കമിട്ട മൈ സ്പേസ് വളരെ പെട്ടെന്നാണ് ആഗോളതലത്തിൽ തരംഗമായി മാറിയത്. ലോകത്തിലെ ഏറ്റവും വലിയ സോഷ്യൽ നെറ്റ്വർക്കായി മാറിയ മൈ സ്പേസിനെ 2008 മാത്രമാണ് ഫേസ്ബുക്ക് മറികടന്നത്. ഇന്റർനെറ്റ് ലോകത്തെ ആദ്യകാല സൗഹൃദ സംസ്കാര രൂപീകരണത്തിൽ മൈ സ്പേസ് വലിയ പങ്കുവഹിച്ചു. മൈസ്പേസിന്റെ തിരിച്ചുവരവിനെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നതോടെ ഡിജിറ്റൽ ലോകത്ത് കൗതുകകരമായ പ്രതികരണങ്ങളാണ് ഉയർന്നു വന്നത്. തങ്ങളുടെ ഏറ്റവും അടുത്ത 8 സുഹൃത്തുക്കളെ പ്രൊഫൈലിൽ പരസ്യമായി റാങ്ക് ചെയ്യുന്ന ടോപ്പ് 8 ഫീച്ചറിനെ കുറിച്ചാണ് പലരും ഓർക്കുന്നത്. അൽഗോരിതങ്ങളുടെ കടന്നുകയറ്റമില്ലാതെ പഴയ ഇന്റർനെറ്റ് അനുഭവം വീണ്ടെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പഴയകാല ഉപഭോക്താക്കൾ. കഴിഞ്ഞ കുറച്ചു കാലമായി ജനപ്രീതിയിൽ വലിയ ഇടിവ് സംഭവിച്ചെങ്കിലും മൈസ്പേസ് പൂർണ്ണമായും പ്രവർത്തനം നിർത്തിയിരുന്നില്ല. 2011 പ്ലാറ്റ്ഫോം വാങ്ങിയ ശേഷം വാൻഡർഹൂക്ക് സഹോദരങ്ങൾ ഇതിനെ സംഗീത കേന്ദ്രമാക്കി ഒരു സേവനമാക്കിയൊക്കെ മാറ്റാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ പഴയ ഉപഭോക്താക്കളെ തിരികെ ആകർഷിക്കാൻ ഈ പരിഷ്കാരങ്ങൾക്ക് സാധിച്ചില്ല. 2005 $58 കോടി ന്യൂസ് കോർപ്പറേഷൻ സ്വന്തമാക്കിയ മൈ സ്പേസ് പിന്നീട് വെറും $3.5 കോടി സ്പെസിഫിക് മീഡിയയ്ക്കും ഗായകൻ ജസ്റ്റിൻ ടിംബർലേക്കിനും വിറ്റത്. ഉപയോക്താക്കൾ ഒന്നടങ്കം ഫേസ്ബുക്കിലേക്ക് ചേക്കേറിയതോടെ പരസ്യദാതാക്കൾ പിൻവാങ്ങുകയും കമ്പനി വൻ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുകയുമായിരുന്നു. 90കളിലും 2000ന്റെ തുടക്കത്തിലും വളർന്നു വന്ന തലമുറയ്ക്ക് വെറുമൊരു സോഷ്യൽ മീഡിയ എന്നതിലുപരി സ്വന്തം ഡിജിറ്റൽ വ്യക്തിത്വം രൂപപ്പെടുത്തിയ ഇടമായിരുന്നു മൈ സ്പേസ്. പ്രൊഫൈലുകളിൽ ഗാനങ്ങൾ ക്രമീകരിക്കാനും ഡിസൈൻ വ്യക്തിഗതമാക്കാനും ഉപഭോക്താക്കൾ മണിക്കൂറുകൾ ചെലവഴിച്ചിരുന്നു. കൂടാതെ അക്കൗണ്ട് തുറക്കുന്ന ഏതൊരാളുടെയും ആദ്യ സുഹൃത്തായി സ്വയം പ്രത്യക്ഷപ്പെട്ടിരുന്ന കോ-ഫൗണ്ടർ ടോം ആൻഡേഴ്സണും അക്കാലത്തെ പ്രധാന ആകർഷണമായിരുന്നു. സംഗീത ലോകത്ത് പുതിയ പ്രതിഭകളെ കണ്ടെത്താനും മൈ സ്പേസ് വലിയ പങ്ക് വഹിച്ചു. പ്രശസ്ത അന്താരാഷ്ട്ര ഗായിക അഡൽ ഉൾപ്പെടെയുള്ളവർ ശ്രദ്ധിക്കപ്പെട്ടത് ഈ പ്ലാറ്റ്ഫോമിലൂടെയാണ്. അഡലിന്റെ സുഹൃത്ത് അവരുടെ ഡെമോ ഗാനങ്ങൾ മൈ സ്പേസിൽ അപ്ലോഡ് ചെയ്താണ് കരിയറിൽ വഴിത്തിരിവായത്. ലിലി അലൻ, ആക്ടിക് മങ്കീസ് തുടങ്ങിയ പ്രശസ്ത ബാൻഡുകളും മൈ സ്പേസിലൂടെയാണ് ലോകശ്രദ്ധ നേടിയത്. ഇന്റർനെറ്റ് ചരിത്രത്തിലെ അവിസ്മരണീയമായ ഒരു അധ്യായത്തിന്റെ 2ാം വരവിനാണ് ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിക്കാനൊരുങ്ങുന്നത്. നൊസ്റ്റാൾജിയ നിലനിർത്തിക്കൊണ്ട് പുതിയ കാലത്ത് ഉപഭോക്താക്കളെ ആകർഷിക്കാൻ മൈ സ്പേസിന് സാധിക്കുമോ എന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നു.